നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സെമ്മ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പേപ്പറാണ് ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലാസ് തുടങ്ങി വയ്ക്കാൻ മാത്രമാണ് ചെയ്യുന്നുള്ളത്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കോഴ്സ് കോഡ് സെമസ്റ്റർ 2 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 അത്ര 4 ബ്ലോക്കുകളാണ്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് സെമ്മിനേക്കാളും കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ബ്ലോക്ക് 1 വരുന്ന ഫസ്റ്റ് റീഡിങ് ഇഫക്റ്റീവ് സ്കില്ല്. ദി ഇഫക്റ്റീവ് സ്കില്ല് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 1. ബ്ലോക്ക് 2 ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പാർട്ട് 1 ഗ്രാമർ സെക്ഷനാണ്. ബ്ലോക്ക് 3 ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പാർട്ട് 2. ബ്ലോക്ക് 4 പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. ഇതിൽ ബ്ലോക്ക് 1 റീഡിങ് ദ ഇഫക്റ്റീവ് സ്കില്ലിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു റീഡിംഗ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് ടൈപ്സ് ഓഫ് റീഡിംഗ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻവോൾവ് ഇൻ റീഡിംഗ്. തേർഡ് യൂണിറ്റ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പോൾ അത് വായിച്ചിട്ട് അതിന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യലായിരിക്കും. പാസേജ് തരും, അതിന് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. യൂണിറ്റ് 4 അനലൈസിങ് ലിറ്ററേച്ചർ. ഒരു വർക്ക് ഓഫ് പോവോ ഒക്കെ തരും, അതിനെ വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യുക സാഹിത്യത്തെ. ഓക്കെ, ബ്ലോക്ക് 2 ഇവിടെ ബ്ലോക്ക് 2 മിനിറ്റ് ഇതൊക്കെ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലാസ്റ്റ് ബ്ലോക്കുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ബ്ലോക്ക് 1 ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ പേജ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അതാണ് ബ്ലോക്ക് 4 നമ്മൾ കണ്ടു. ഓക്കെ, അപ്പം നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൻ്റെ ബ്ലോക്ക് 2 ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ 4 ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു റീഡിങ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഇവിടെ ഡിസ്കഷൻ ജസ്റ്റ് വായിച്ചു പോവുക. ദെൻ ഡിഫറെൻറ്റ് പർപ്പസസ് ഓഫ് റീഡിംഗ് ആണ് നോക്കേണ്ടത്. എന്തൊക്കെ പർപ്പസസ് ആണ് നമുക്ക് റീഡിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്തിനാണ്? ഫോർ ഇൻഫോർമേഷൻ, അറിവ് നേടാനായിട്ട്. പിന്നെ ഫോർ നോളേജ്, പിന്നെ ഫിക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലഷറിന്, സന്തോഷം ലഭിക്കും, ബുക്ക് വായിക്കും. റെഫറൻസ് ബുക്ക്, എൻസൈക്ലോപീഡിയ, പ്രത്യേക അറിവുകൾ കിട്ടാൻ. അങ്ങനെ ഫസ്റ്റ് പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഡിഫറെൻറ്റ് പർപ്പസസ് ഓഫ് റീഡിംഗ് ആണ്. വായനയുടെ പല ഉദ്ദേശങ്ങളാണ്. ഫസ്റ്റ് പാരഗ്രാഫ് പഠിക്കണം. ഇനി അടുത്തത് എന്താണ് ക്ലോസ് റീഡിങ്? എന്താ ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പാരഗ്രാഫിൽ സംടൈംസ് കോൾഡ്, മറ്റൊരു പേരെന്താ? എക്സ്പ്ലിക്കേഷൻ ഓഫ് ടെക്സ്റ്റ്. മീൻസ് ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടെക്സ്റ്റ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്മോൾ ഡീറ്റെയിൽസ്. കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും മനസ്സിലാക്കി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്ലോസ് റീഡിംഗ് എന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ആ ക്ലോസ് റീഡിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ പർപ്പസ് ഓഫ് റീഡിംഗ് ഇനിയാണ് ലാസ്റ്റ് പറയുന്നത്. ഒക്കെ പഠിക്കുക കേട്ടോ. ദെൻ റീക്യാപ്പിൽ അപ്പം മൊത്തമായിട്ട് അറിഞ്ഞിരിക്കണം. റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. റീഡിങ്ങിൽ എന്താ നടക്കുന്നത്? ഒരു ടെക്സ്റ്റിനെ ഡീകോഡ് ചെയ്യാണ്, അർത്ഥം മനസ്സിലാക്കുകയാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീകോഡിങ് എ ടെക്സ്റ്റ്. സോ വാട്ട് ഈസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ റീഡിംഗ് ഈസ് ദ ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് ഡീകോഡിങ് എ ടെക്സ്റ്റ്. അപ്പോൾ പല വായനകൾ പലത് വായിക്കുന്നത് പല ആവശ്യത്തിനാണ്. റീഡിംഗ് ന്യൂസ് പേപ്പർ എന്തിനാ? ഇൻഫർമേഷൻ. അക്കാഡമിക് ബുക്ക്, നമ്മളിപ്പോൾ പഠിക്കുന്ന ബുക്കുകൾ എന്തിനാ? നോളേജ്, അറിവ് കിട്ടാൻ അല്ലേ. ടു റീഡ് റെഫറൻസ് ബുക്ക് എന്തിനാ? ഫോർ മോർ അറ്റൻഷൻ ഈസ് നീഡഡ്, കൂടുതൽ അറിവുകൾ ലഭിക്കാൻ. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റീഡിംഗ് എന്താണ്? അത് പല പർപ്പസസിന് പല മെത്തേഡിലാണ് നമ്മൾ വായിക്കുക. ഇനി എന്താ ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ? എക്സ്പ്ലിക്കേഷൻ ഓഫ് ദ ടെക്സ്റ്റ് നന്നായി മനസ്സിലാക്കുക. മൈന്യൂട്ട് അനാലിസിസ് ഓഫ് ദ ടെക്സ്റ്റ് നല്ലോണം മനസ്സിലാക്കുക. പർപ്പസ് ഫോർ റീഡിംഗ് ആൻഡ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ്. റീഡിംഗ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നോവലൊക്കെ വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിറ്റററി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അല്ലേ. ദെൻ ഇൻസ്ട്രക്ഷണൽ ടെക്സ്റ്റ് എന്തിനാ? ഗെറ്റ് ഇൻഫോർമേഷൻ. ദെൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ആൻസർ നോക്കുക കേട്ടോ. അസൈൻമെൻറ്റ്സിൻ്റെ ആൻസർ സെൻഡ് ചെയ്യാം. ദെൻ യൂണിറ്റ് 2 എന്താണ്? ടൈപ്സ് ഓഫ് റീഡിംഗ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻവോൾവ് ഇൻ റീഡിംഗ്. അതാണ് യൂണിറ്റ് 2 വരുന്നത്. ടൈപ്സൊക്കെ കേട്ടോ. അപ്പോൾ അതിൽ ഡിസ്കഷൻ നോക്കുക. എന്താണ് സ്കിമ്മിങ് എന്ന് പഠിക്കണം. എന്താണ് സ്കിമ്മിങ്? സ്കിമ്മിങ് ഈസ് ദ ഫാസ്റ്റ് റീഡിംഗ്, സ്കിപ്പിംഗ് പോർഷൻ. അത് മൊത്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട് പെട്ടെന്ന് മറിച്ച് നോക്കി വായിക്കുന്നതാണ് എന്ത്? സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ സ്കിമ്മിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്? ABCD
അത് പഠിക്കണം. എന്ത് സ്കിമ്മിങ് ചെയ്യുന്ന റീഡ് ദ ടൈറ്റിൽ പേജ് വായിക്കുന്നു, ഗോ ത്രൂ ദ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്തൊക്കെ ഇതിൽ ഉള്ളടക്കം വായിക്കുന്നു, ഇൻഡെക്സ് പേജ് വായിക്കുന്നു. അപ്പോൾ ജനറൽ ഐഡിയ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ABCD പഠിക്കണം. സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്കാൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാനല്ലേ നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സ്കാനിങ് ഈസ് ഗോയിങ് ത്രൂ ലൈൻസ്. കൃത്യമായിട്ട് നോക്കണം. ആൻഡ് പാസേജ് ക്വിക്കലി തറലി അല്ല, ടു ഫൈൻഡ് ഔട്ട് സം സ്പെസിഫിക് ഇൻഫോർമേഷൻ. ഒരു പ്രത്യേക അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ സ്കാനിങ് പഠിക്കാം കേട്ടോ. സ്കാനിങ് ABCD പോയിന്റുകൾ പഠിക്കണം. ഇനി എന്താണ് ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്? ക്ലോസ് റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? വി റീഡ് ദ വോൾ ടെക്സ്റ്റ്, മൊത്തം ടെക്സ്റ്റ് വായിക്കുന്നു വിത്തൗട്ട് സ്കിപ്പിംഗ്, ഒരു ഭാഗം വിട്ട് കളയുന്നില്ല, വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വാക്ക് വായിക്കുന്നു. സെൻറ്റൻസ് ആൻഡ് ഈവൻ പങ്ക്ച്വേഷൻ മാർക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റിനെ മുഴുവനായിട്ട് മനസ്സിലാക്കാനാണ് ഡീപ്ലി ആസ് പോസിബിൾ. അതാണ് ക്ലോസ് റീഡിങ്. മറ്റൊരു പേരാണ് തെറോ റീഡിങ് കേട്ടോ. അപ്പോൾ നല്ലപോലെ പഠിക്കണം. അപ്പോൾ ക്ലോസ് റീഡിങ്ങിൽ സ്റ്റെപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ക്ലോസ് റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് 1 എന്താ? റീഡ് ദ ടെക്സ്റ്റ് തറോലി, അതിൻ്റെ പോയിന്റ്സ് നോക്കുക. സ്റ്റെപ്പ് 2 എന്താ? അണ്ടർസ്റ്റാൻഡ് പാറ്റേൺ ആൻഡ് മെത്തേഡ്, അവ എഴുതിയിട്ടുള്ള പാറ്റേണും മെത്തേഡും മനസ്സിലാക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് 3 എന്താ? റീഡ് ദ പാസേജ്, വീണ്ടും ആ പാസേജ് വായിക്കുക, പോയിന്റ്സുകളൊക്കെ നോക്കുക കേട്ടോ. അടുത്തെന്താ? എമ്യൂസീവ് റീഡിങ്. ആ ടൈപ്പ് അപ്പോൾ എന്തായാലും ടൈപ്സ് ഓഫ് റീഡിങ്ങിനെ കുറിച്ചിട്ട് എന്ത് വരാം? എസ്സേ വരാം. അപ്പോൾ എന്തൊക്കെ എഴുതണം? സ്കിമ്മിങ് എഴുതണം, സ്കാനിങ് എഴുതണം, ക്ലോസ് റീഡിങ് എഴുതണം. ക്ലോസ് റീഡിങ്ങിൽ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്തത് എമ്യൂസീവ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തിന് വേണ്ടിയിട്ട്, തമാശയ്ക്ക് വേണ്ടി വായിക്കുന്നതാണ് എന്ത്? എമ്യൂസീവ് റീഡിങ്. റീഡിങ് ഫോർ പ്ലഷർ, സച്ച് റീഡിങ് ഈസ് നോൺ ആസ് എമ്യൂസീവ് റീഡിങ്. അപ്പോൾ അത് കേട്ടോ. ഓക്കെ. അടുത്ത റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, അതൊരു ടൈപ്പ് തന്നെയാണ്. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രദ്ധ വേണം. ദിസ് ടൈപ്പ് ഓഫ് റീഡിങ് റിക്വയർസ് കീൻ അറ്റൻഷൻ ഫോർ ഇറ്റ്സ് പർപ്പസ് ടു ഡിസ്കവർ. ഉള്ളിലടങ്ങിയിട്ടുള്ള അർത്ഥം, ആന്തരിക അർത്ഥം കണ്ടെത്താനായിരിക്കും അത്. അപ്പോൾ അത് വായിച്ചു നോക്കാം കേട്ടോ. ഇവിടെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഒരു പാസേജ് നോക്കിയിട്ട് നമ്മൾ അത് കണ്ടെത്തുക കേട്ടോ, ഏതാണ് ടൈപ്പ് എന്നൊക്കെയുള്ളത്. ഇനി ഇവിടെ റീക്യാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓരോ ടെക്സ്റ്റിൻ്റെ റീക്യാപ്പ് നിങ്ങൾ നല്ലോണം പഠിക്കുകയാണ്. ഓക്കെ. ദർ ആർ 2 ബ്രോഡ് കാറ്റഗറീസ് ഓഫ് റീഡിങ്. ഏതൊക്കെയാണ്? ആക്റ്റീവ് റീഡിങ്ങും പാസീവ് റീഡിങ്. അതെന്താണെന്ന് നമുക്കറിയാം അല്ലേ? ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് ശ്രദ്ധിച്ചിട്ട് റെസ്പോൺസ് കൊടുക്കുന്നതാണ് ആക്റ്റീവ് റീഡിങ്. ഉറക്കം തൂങ്ങിയിരുന്ന ഒരു റെസ്പോൺസും ഒന്നും മനസ്സിലാക്കാതെ ഇരിക്കുകയാണ് പാസീവ് റീഡിങ്. വേരിയസ് ടൈപ്സ് ഓഫ് റീഡിങ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? സ്കിമ്മിങ്, സ്കാനിങ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ക്ലോസ് റീഡിങ്, എമ്യൂസീവ് റീഡിങ്, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, എല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ തന്നിട്ടുണ്ട്. സ്കിമ്മിങ് എന്താ? ഫാസ്റ്റ് റീഡിങ്, പെട്ടെന്ന് വായിച്ചു പോകും, പോർഷൻസ് സ്കിപ്പ് ചെയ്യും, ജനറൽ ആയിട്ടുള്ള ഐഡിയ ലഭിക്കാനാണ്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? വരികളിലൂടെ പോകും, പാരഗ്രാഫ് പേജസ് ക്വിക്ക്ലി, പെട്ടെന്നാണ്, പക്ഷെ തറവിലല്ല, സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടാനാണ്. ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം ടെക്സ്റ്റ് വായിക്കും, ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യില്ല, അപ്പോൾ ഫുൾ അറ്റൻഷൻ കൊടുക്കും, തറവിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഡീപ്ലി മനസ്സിലാവാനുമാണ്. എമ്യൂസീവ് റീഡിങ് എന്താ? പ്ലഷറിനാണ്, ഫ്രീ ടൈമിൽ ചെയ്യുന്നതാണത്. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് മീൻസ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ഡീറ്റെയിലും അതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇനി 3 ദർ ആർ 3 സ്റ്റെപ്സ് ടു ക്ലോസ് റീഡിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ എന്താ? റീഡ് ദ ടെക്സ്റ്റ് തറോലി, അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ ആൻഡ് മെത്തേഡ്, റീഡ് ദ പാസേജ്. ഇതിൽ പോയിന്റ്സ് ഉണ്ട്, അതും പഠിക്കണം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. യൂണിറ്റ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. ഒരു പാസേജ് നിങ്ങൾക്ക് തരും, ആ പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തരും, അതിനുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്തണം. സോ വാട്ട് ഈസ് റീഡിങ് കോംപ്രിഹെൻഷൻ? എന്താണ് റീഡിങ് കോംപ്രിഹെൻഷൻ? ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ അതിലുണ്ടാവും റീഡിങ് കോംപ്രിഹെൻഷൻ. ഓക്കെ. സ്കിൽസ് ഫോർ റീഡിങ് കോംപ്രിഹെൻഷൻ ആണ് പിന്നെ തന്നിട്ടുള്ളത്. എന്തൊക്കെ സ്കിൽസ് വേണമെന്നുള്ളത് ഇവിടെ ബ്ലാക്ക് പാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ. ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ദ വേർഡ്. എന്തൊക്കെ സ്കില്ലുകളാണ് റീഡിങ് കോംപ്രിഹെൻഷന്? നമുക്കൊരു റീഡിങ് കോംപ്രിഹെൻഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായില്ല റീഡിങ് കോംപ്രിഹെൻഷൻ. ഒരു പാസേജ് തന്നിട്ട് വായിച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്തലാണ് റീഡിങ് കോംപ്രിഹെൻഷൻ. അപ്പോൾ അതിൽ വേണ്ട നമ്മുടെ കഴിവുകൾ, അങ്ങനെ കുറച്ച് സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. എന്തൊക്കെ സ്കിൽസാണ്? ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ദ വേർഡ്സ്, പെട്ടെന്ന് വാക്കുകൾ തിരിച്ചറിയാൻ പറ്റണം. കപ്പാസിറ്റി ടു റീറ്റെയിൻ ഇൻഫോർമേഷൻ, വീണ്ടും ആ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റണം. ദ കോമ്പിറ്റൻസ് ടു സ്കാൻ ബാക്ക്വേർഡ്, മുന്നോട്ട് പിന്നോട്ടൊക്കെ ഓരോ സമയം ചിന്തിക്കാനുള്ള കഴിവ് കിട്ടണം അല്ലേ. ടു റെലവൻറ്റ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആൻഡ് കോംപ്രിഹെൻഷൻ ഓഫ് സിഗ്നൽസ് ഫ്രം സെൻറ്റൻസ് സ്ട്രക്ചർ ആൻഡ് പങ്ക്ച്വേഷൻസ് ഒക്കെ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫിലാണ് സ്കില്ലുകൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വായിച്ചു പോയാൽ മതി. രണ്ടാമത്തെ പാരഗ്രാഫ് സ്കിൽസ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. അടുത്ത് നോക്കി ദ പ്രോസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇത് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക അല്ലേ, അർത്ഥം കണ്ടെത്തുക.
അപ്പോൾ 3 ലെവൽസ് ആർ യൂസ് ടു കാറ്റഗറൈസ് ദ പ്രോസസ്സസ് ഇൻ ടെക്സ്റ്റ് ഇൻ്റർപ്രിട്ടേഷനിൽ 3 എണ്ണമാണ്. ഫസ്റ്റ് ലെവല്, സെക്കൻഡ് ലെവല്, തേർഡ് ലെവല്. ഫസ്റ്റ് ലെവൽ ഏതാ? ലിംഗ്വിസ്റ്റിക്, ഭാഷാപരമാണ്. പർട്ടിക്കുലർ വാക്കുകളും അതിൻ്റെ അർത്ഥവും കണ്ടെത്തും. സെക്കൻഡ് മെത്തേഡ് എന്താ? മൈക്രോ സ്ട്രക്ചറാണ്. റീഡറിന് എന്തറിയണം? കണ്ടൻറ്റ് കുറച്ചും കൂടി ബിഗ്ഗറായിട്ട് മനസ്സിലാവണം. തേർഡ് ലെവലിൽ റീഡറിന് എന്തറിയണം? തീം, ടോപ്പിക്ക്, റണ്ണർ ഓഫ് ടെക്സ്റ്റ് ഒക്കെ നോക്കണം. അതിനെ മാക്രോ സ്ട്രക്ചർ എന്ന് പറയും. ലിംഗ്വിസ്റ്റിക്, മൈക്രോ സ്ട്രക്ചർ, മാക്രോ സ്ട്രക്ചർ 3 ലെവലിലൂടെയാണ് ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നത്. 3 എന്താണെന്ന് അറിയണം. ഓക്കെ, ദ 3 ലെവൽസ് ഓഫ് കാറ്റഗറൈസേഷൻ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫോം ടുഗദർ. ആ 3 ലെവലിനെ ഒരുമിച്ച് കൂടി ഒരു പേര് പറയും, എ മെത്തേഡ്. അതിനെയാണ് എന്ത് നമ്മുടെ ടെക്സ്റ്റ് ബേസ്. ടെക്സ്റ്റ് ബേസ് എന്താണെന്ന് ക്വസ്റ്റ്യൻ പറയാം. ഈ 3 എണ്ണം എഴുതണം. Individual interpretation of the reader above the textual content is then integrated with the interpretation formed through the existing information knowledge of the reader. That is, situation model is being developed here, in which the readers at first വായനക്കാർക്ക് obtain the meaning of the text only through the textual information. ആദ്യം ടെക്സ്റ്റ് വായിക്കുമ്പോൾ അർത്ഥം കിട്ടും. Then the readers think beyond the, പിന്നെ ടെക്സ്റ്റിന് പുറമേ ഉള്ള അർത്ഥം അവർ കണ്ടെത്തും. അങ്ങനെ ഒരു മീനിങ് വിത്ത് ജനറൽ ആയിട്ടുള്ള അവരുടെ അറിവുകളുമായി ബന്ധപ്പെടുത്തും. അങ്ങനെ ഒരു പേഴ്സണൽ ഇമോഷണൽ ലെവലിലേക്ക് എത്തും. അതിനെയാണ് സിറ്റുവേഷൻ മോഡൽ എന്ന് പറയും. അതും പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുക, അതാണ് റീഡിങ് കോംപ്രിഹെൻഷൻ. എന്താണ് റീഡിങ് കോംപ്രിഹെൻഷൻ? ഈ ഫസ്റ്റ് പാരഗ്രാഫ് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കിൽസ് ഫോർ റീഡിങ് കോംപ്രിഹെൻഷൻ, രണ്ടാമത്തെ പാരഗ്രാഫ്. പ്രോസസ് ഓഫ് റീഡിങ് കോംപ്രിഹെൻഷൻ 3 ലെവലാണ്. 3 ലെവൽ എന്താണെന്ന് പറയണം. 3 ലെവലിന് ഒരുമിച്ച് ഡാറ്റാബേസ്, ടെക്സ്റ്റ് ബേസ്, എന്താണ് സിറ്റുവേഷൻ മോഡൽ, അതും പഠിക്കണം കേട്ടോ. റീക്യാപ്പ് നോക്കിയേ. ദ റിച്ച്നെസ് ഓഫ് റിട്ടൺ ലാംഗ്വേജ് കംപ്ലീറ്റ്ലി റിക്വയർസ് സം പ്രാക്ടിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഇൻ റീഡിങ് കോംപ്രിഹെൻഷൻ വേണം അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനോട്ടേഷൻ ഫോർ എ സിംഗിൾ കണ്ടന്റ് ഓഫ് ടെക്സ്റ്റ്, വെദർ ഇറ്റ്സ് ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ. സ്കിൽസ് റിക്വയർഡ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടെക്സ്റ്റിന് എന്തൊക്കെയാണെന്ന് ആ സ്കില്ലുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാക്കുകൾ തിരിച്ചറിയണം. കപ്പാസിറ്റി ടു റീഡ് ഇൻഫർമേഷൻ, തിരിച്ചറിഞ്ഞത് മനസ്സിലുണ്ടാവണം. കോമ്പിറ്റൻസ് ടു സ്കാൻ ബാക്ക്വേർഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം വായിക്കുക, പിന്നെ ആ വാക്കുണ്ടോ നോക്കുക, അതൊക്കെ അറിയണം. ആൻഡ് ദ കോംപ്രിഹെൻഷൻ ഓഫ് സിഗ്നൽസ് ഫ്രം സെൻറ്റൻസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്കിൽസ് ഇൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് മൂന്നാമത്തെ പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ബോത്ത് ടെക്സ്റ്റൽ മീനിങ്സ് ആൻഡ് എക്സ്റ്റേണൽ മീനിങ്സ് ലൈക്ക് ജനറൽ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഇമോഷണൽ ഫാക്ടേഴ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് വൺ റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കിൽസ്. 3 ലെവൽസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഏതാണ്? 3 ലെവൽ. ഇൻ്റർപ്രിട്ടേഷൻ 3 ലെവലുകൾ ഏതൊക്കെയാണ്? ലിംഗ്വിസ്റ്റിക്, മൈക്രോ സ്ട്രക്ചർ, മാക്രോ സ്ട്രക്ചർ കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് 3 ലെവൽസ് ഓഫ് കാറ്റഗറൈസേഷൻ ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫ്രം ടുഗദർ. ഈ 3 ലെവൽസിനെ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ 3 ലെവലിന് ഒരുമിച്ച് എന്താ പറയുക? ടെക്സ്റ്റ് ബേസ് എന്ന് പറയും. എന്താണ് സിറ്റുവേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ? അത് ഡെവലപ്പ് ചെയ്തത് റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രോസസ്സിലാണ്. റീഡേഴ്സിന് ആദ്യം ടെക്സ്റ്റിൻ്റെ അർത്ഥം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ, ടെക്സ്റ്റ് വായിക്കുമ്പോൾ. പിന്നെ നമ്മളത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തും? നമുക്ക് അറിയാവുന്ന അനുഭവങ്ങളും പേഴ്സണൽ ഫീലിങ്സുമായിട്ട് ലിങ്ക് ചെയ്യും, ബന്ധപ്പെടുത്തും. അതിനെയാണ് സിറ്റുവേഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതും പഠിക്കണം കേട്ടോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. യൂണിറ്റ് 4 അനലൈസിങ് ലിറ്ററേച്ചർ, ഒരു ടെക്സ്റ്റിനെ എങ്ങനെ വിശകലനം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിസ്കഷൻ സെക്ഷൻ ഉണ്ട്. അപ്പോൾ 2 എണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡ്രീം ആൻഡ് മെസ്സേജ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരെണ്ണം, അതിൽ ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ദെൻ അതിൻ്റെ സമ്മറി. അപ്പോൾ നിങ്ങളിത് നല്ലപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. സമ്മറി പഠിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളോട് ഇഗ്നൈറ്റഡ് മൈൻഡിൻ്റെ എന്ത് എഴുതാൻ പറയും? അനാലിസിസ് എഴുതാൻ പറയാം. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സമ്മറി വായിക്കുക. 2ൻ്റെയും അനാലിസിസ് നിങ്ങൾ ഒരുവിധം മനസ്സിലാക്കി പഠിച്ചു വയ്ക്കണം, അറിയണം. നിങ്ങളോട് ഇപ്പോൾ ഇഗ്നൈറ്റഡ് മൈൻഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്പൺ വിൻഡോ ബൈ H.H. മോൺറോ, അതിൻ്റെ അനാലിസിസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാനോ അറിയണം, ആദ്യം അറിഞ്ഞിരിക്കണം. ഇത് രണ്ടിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. ഇതിൻ്റെ 2ൻ്റെയും അനാലിസിസും അറിഞ്ഞിരിക്കണം, സമ്മറി അറിഞ്ഞിരിക്കണം. സമ്മറി അറിഞ്ഞിരുന്നാൽ മതി. അനാലിസിസ് നിങ്ങൾക്ക് കാണാതെ അല്ലെങ്കിൽ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ കിട്ടണം. കാരണം അനാലിസിസാണ് നിങ്ങളോട് കൂടുതലും ചോദിക്കുക. ഓപ്പൺ വിൻഡോ അതിൻ്റെയും കിട്ടണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഓപ്പൺ വിൻഡോയിൽ വരുന്നത് ഇവിടെ തീംസ് ഓഫ് ദ സ്റ്റോറി. ഓപ്പൺ വിൻഡോയിൽ തീംസ് ഓഫ് ദ സ്റ്റോറി അറിഞ്ഞിരിക്കണം. കാവോസ്, എന്തൊക്കെ തീംസ്? കാവോസ്, വൈൽഡ്നെസ് വേഴ്സസ് ഓർഡർ, പ്രശ്നങ്ങളാണ്. കാവോസ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നാണ് കേട്ടോ. വൈൽഡ്നെസ്സും ഓർഡർ കുറവും. ഡിസയർ ടു ഫ്ലീ, പറന്നു പോകാനുള്ള ആഗ്രഹം. ഇമ്പാക്റ്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, കഥയുടെ ഇമ്പാക്റ്റ്. റൂറൽ പീസ്, അതായത് ഗ്രാമജീവിതത്തിൽ സമാധാനം. കോമഡി, ഇതൊക്കെയാണ് തീംസ് വരുന്നത്. അതും പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ വിൻഡോ ആസ് എ സിമ്പിൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്.
ദ ഡ്രീം ആൻഡ് മെസ്സേജ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സമ്മറി എന്ന് പറഞ്ഞ കഥയാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അനാലിസിസ് ആണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. ഓപ്പൺ വിൻഡോ എന്ന് പറയുന്നത് H.H. മോൺട്രോരിയാണ് ഓപ്പൺ വിൻഡോ. അപ്പോൾ ആ സ്റ്റോറി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ ക്ലോസ് റീഡിങ്, അല്ലെങ്കിൽ ആ സ്റ്റോറി മൊത്തം വായിക്കാൻ പറ്റില്ലെങ്കിൽ അത് നിങ്ങൾ ക്ലോസ് റീഡിങ് സെക്ഷൻ വായിച്ചാൽ മതി. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ക്ലോസ് റീഡിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കഥ ഒന്നും കൂടെ ഓർമ്മിച്ചെടുക്കാൻ പറ്റും. പിന്നെ അത് ഓർമ്മിച്ചിരുന്നാൽ മാത്രം മതി. തീംസ് നല്ലപോലെ പഠിക്കുക. ദെൻ വിൻഡോ ആസ് എ സിമ്പിൾ, ആ ഒരു വിൻഡോ ആസ് എ സിമ്പിൾ സെക്ഷൻ പഠിക്കുക. അടുത്ത് നമുക്കൊരു പോയട്രിയാണ്, ബ്ലെസ്ഡ് ഡെമോസൽ. ഓർമ്മ വരും വായിക്കുമ്പോൾ. അതിൻ്റെ സമ്മറി വായിച്ചു വയ്ക്കുക. അപ്പോൾ എന്നെ കഥ അറിയും. അനാലിസിസ് ഓഫ് ദ പോയം നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കണ്ടൻറ്റ്, തീം അത് പഠിക്കണം. ഇതിൽ മൂന്നെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ പഠിക്കേണ്ടത് അനാലിസിസ് ആണ്. അതിൽ കണ്ടൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ തീം വരുന്നുണ്ട്. പിന്നെന്താ വരുന്നത്? തീംസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ തീംസൊക്കെ പഠിച്ചു വയ്ക്കണം. ലവ് ബിയോണ്ട് ഡെത്ത്, മരണശേഷമുള്ള സ്നേഹം, റിലീജിയൻ, പിന്നെ ഇമാജറി വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചോദിക്കുക, ചിലപ്പോൾ ഒരുമിച്ച് അനാലിസിസ് ആണ് ചോദിക്കുക. അപ്പോഴും അനാലിസിസ് ഒരുമിച്ച് ചോദിക്കണമെങ്കിൽ ഇതൊക്കെ എഴുതണം. സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ അതും അറിഞ്ഞിരിക്കണം. ഇമാജറി, സിമ്പിൾ, ഫോം, 1-2 ലൈൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാലും മതി. ഇവിടെ നോക്കിയാൽ തിങ്സ് ടു ചെക്ക് വൈൽ അനലൈസിങ് എ ലിറ്റററി പീസസ്. അതുപോലെ നിങ്ങളോട് ഏതെങ്കിലും ഒരു തന്നിട്ട് ഇതിൻ്റെ അനാലിസിസ് ചെയ്താൽ പുറമെന്ന്, സാധാരണ പുറമെന്നൊന്നും വരില്ല, നിങ്ങൾ പഠിച്ച ഈ 3 തന്നെയായിരിക്കും. അല്ല, പുറമെന്ന് തരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് അത് വായിച്ച് അതിൻ്റെ ആശയം എഴുതണം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൺഫ്യൂസ് ചെയ്തത്, ആ വർക്കിൻ്റെ പാറ്റേൺ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ ഡ്രീം ആൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം വീണ്ടും ഓർത്തെടുക്കുന്നതാണ്, അല്ലേ? പ്രശ്നങ്ങളും വയലൻസും ഒക്കെ അദ്ദേഹം വീണ്ടും ഓർത്തെടുക്കുന്നതാണ്. അതേസമയം H.H. മോൺട്രോരെ ഓപ്പൺ വിൻഡോയിൽ എന്താണ് തീം? കാബോസ് വേഴ്സസ് ഓർഡർ, റൂറൽ പീസ്, സ്റ്റോറി ടെല്ലിംഗ്, അർജി ടു ഫ്ലീ ആൻഡ് കോമഡി. നേരത്തെ പറഞ്ഞതാണ്. പോയം ബ്ലെസ്ഡ് ഡെമോസൽ ഓർമ്മയുണ്ട് അല്ലേ? കാത്തിരിക്കുന്നു അല്ലേ? ലവറെ കാത്തിരിക്കുന്ന ഡെമോസലിനെയാണ് നമ്മൾ കാണുന്നത്. യങ് വുമൺ ഇൻ ഹെവൻ, ഒരു യങ് വുമൺ മരിച്ച് ഹെവനിലെത്തി. അപ്പോൾ ലവറെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ബ്ലെസ്ഡ് ഡെമോസൽ അല്ലേ? അപ്പോൾ ആ സമയത്ത് അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ്. അതിൽ തീം ഏതാ? ലവ്, ഇഷ്ടമുണ്ട്, ഗ്രീഫ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്. ക്രിസ്ത്യൻ, ഇമാജറി, സിമ്പിളൊക്കെ ബ്ലെസ്ഡ് ഡെമോസൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നോക്കി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ ഇത്തിരി ടഫായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ 3 വരുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.